നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവ്. സാധാരണ ഭാഷയിൽ നമ്മൾ വിളർച്ച എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അനീമിയ. എന്താണ് ഈ അനീമിയ? അതായത് നമ്മുടെ രക്തത്തിൽ ഒരളവിൽ കുറവ് ആയിട്ട് ഹീമോഗ്ലോബിൻ കാണപ്പെടുന്ന അവസ്ഥയാണ് അനീമിയ. നമ്മുടെ രക്തത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം 2 തരം കോശങ്ങളുണ്ട്. പലതരം കോശങ്ങളുടെ കൂടെ 2 തരം, കുറച്ച് ദ്രവ്യങ്ങളുണ്ട്, കുറച്ച് കോശങ്ങളുണ്ട്, കുറച്ച് അല്ലാത്ത പാർട്ടിക്കിൾസ് ഉണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് എന്നൊക്കെ പറയുന്ന പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ കോശങ്ങളിൽ WBC അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ ശ്വേത രക്താണുക്കളും അരുണ രക്താണുക്കളും RBC, ഈ RBCയിലെ ഒരു ഘടകമാണ് ഹീമോഗ്ലോബിൻ. അപ്പം ഹീമോഗ്ലോബിന്റെ ജോലി എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡിലുള്ള ഓക്സിജൻ നമ്മുടെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ ഓക്സിജൻ പ്രോപ്പറായിട്ട് കണക്കിന് നമ്മുടെ ഓരോ അവയവങ്ങളിൽ എത്തിയിട്ടില്ലെങ്കിൽ അതാത് അവയവങ്ങളുടെ പ്രവർത്തനത്തെ അത് വല്ലാണ്ട് ബാധിക്കും. അപ്പം അനീമിയ വരുന്ന അവസ്ഥയിൽ ഹീമോഗ്ലോബിന്റെ അളവ് ഗണ്യമായി കുറയുകയും തന്മൂലം ഓക്സിജന്റെ അവയവങ്ങളിലേക്കുള്ള ഓക്സിജൻ എത്തിച്ചേരൽ സാരമായി ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടാവാം? നമുക്ക് വിളർച്ച ഉണ്ടാവാം, ക്ഷീണം തോന്നാം, നമുക്ക് പല നമ്മൾ ദിവസേന ചെയ്യുന്ന കാര്യങ്ങളിൽ, നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാണ്ടാവാം, കിതപ്പ് ഫീൽ ചെയ്യുക, നമ്മൾ കുറച്ച് നടന്നു കഴിയുമ്പോൾ കിതപ്പ് ഫീൽ ചെയ്യുക, ഒരു ശ്വാസം മുട്ടൽ എന്നുള്ളൊരു തോന്നൽ വരിക. അപ്പൊ ഇതെല്ലാം അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവിന്റെ ലക്ഷണങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. ഇത് 2 തരത്തിൽ വരാം. അതായത് ഗ്രാജുവലായിട്ട് പതുക്കെ ഗ്രോ ചെയ്ത് ഒരു അവസ്ഥയിലേക്ക് എത്തുക. അപ്പൊ ഞാൻ ഈ ആദ്യം പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഗ്രാജുവലായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന വിളർച്ച അല്ലെങ്കിൽ രക്തക്കുറവ് അല്ലെങ്കിൽ അനീമിയയുടെ ഫീച്ചേഴ്സ് ആയിരിക്കും. പിന്നെ പെട്ടെന്ന് ഒരു അനീമിയ നമുക്ക് ഉണ്ടാവാം. ഒരു സഡൻ ബ്ലഡ് ലോസ് ഉണ്ടായി, അല്ലെ, ഒരു ആക്സിഡന്റ് ഉണ്ടായി, ഒരു മുറിവുണ്ടായി, നമ്മുടെ ശരീരത്തിന് അമിതമായിട്ട് രക്തസ്രാവം ഉണ്ടായിട്ട് ബ്ലഡ് കുറഞ്ഞു പോകുമ്പോൾ അപ്പോഴും നമുക്ക് ഉണ്ടാവുന്ന ഇതേ അവസ്ഥയാണ്. നമ്മുടെ ബ്ലഡിൽ റെഡ് ബ്ലഡ് സെൽസ് കുറഞ്ഞിട്ട് ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞ് ഓക്സിജൻ എത്തിക്കില്ല. അപ്പൊ ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. അതായത് നമ്മൾ മരിച്ചു പോകും എന്നുള്ളൊരു തോന്നൽ മുതൽ ബോധക്ഷയം വരിക, ഓർമ്മക്കുറവ് വരിക, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം അനീമിയ തന്നെ 2 രീതിയിൽ ഡെവലപ്പ് ചെയ്യാം. ഒന്ന് ഗ്രാജുവൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യാം, ഒന്ന് സഡൻ ആയിട്ട് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാം. ഇനി നമ്മൾ എന്തൊക്കെയാണ് അനീമിയ വരാനുള്ള കാരണങ്ങൾ? അപ്പൊ ഈ ഹീമോഗ്ലോബിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഒന്നെങ്കിൽ ഈ ഹീമോഗ്ലോബിന്റെ അളവിൽ കുറവ് വരുന്നത് ഏതെങ്കിലും രീതിയിൽ ബ്ലഡ് ലോസ് അല്ലെങ്കിൽ രക്തസ്രാവം മൂലം ഉണ്ടാവാം. അപ്പം അങ്ങനെ വന്നാൽ അതിന്റെ എക്സാമ്പിൾസ് നമുക്ക് പറയാവുന്നത് ആർത്തവ രക്തം, ചില പിള്ളേരിൽ അല്ലെങ്കിൽ സ്ത്രീകളിൽ ആർത്തവ രക്തം ഓവറായിട്ട് പോയി കഴിഞ്ഞാൽ അത് പതുക്കെ അനീമിയയിലേക്ക് നയിക്കും. പിന്നെ ഫൈബ്രോയിഡ്സ് ഉണ്ടാവാം. ഫൈബ്രോയിഡ്സ്, യൂട്രസിലെ മുഴകൾ. ഈ മുഴകൾ ഉള്ളത് കൊണ്ടും ഈ രക്തത്തിന്റെ അളവ് കൂടിയിട്ട് അനീമിയയിലേക്ക് നയിച്ചെന്നിരിക്കാം. പിന്നെ പ്രസവാനന്തരം അല്ലെങ്കിൽ പ്രസവ സമയത്തുണ്ടാവുന്ന ബ്ലഡ് ലോസ്, ആ സമയത്തും അമിതമായിട്ട് രക്തം പോയി കഴിഞ്ഞാൽ അനീമിയയിലേക്ക് അത് നയിച്ചെന്നിരിക്കാം. അതുകൂടാതെ ചില വ്യക്തികൾക്ക് ആമാശയത്തിൽ ഉണ്ടാവുന്ന പുണ്ണുകളോ അല്ലെങ്കിൽ ചെറിയ മുറിവുകളോ കാരണം ബ്ലഡ് ലോസ് ഉണ്ടാവും. അത് നമ്മൾ അറിയേ പോലും ഇല്ല. മലത്തിൽ ചെറുതായിട്ട് ബ്ലഡ് പോയിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഒരു അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ അറിയുക ബ്ലഡ് ലോസ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത്. അനീമിയ വന്നു കഴിയുമ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ്, സ്റ്റൂളിൽ കുറച്ച് ബ്ലഡ് ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ അവസ്ഥകളും നമുക്ക് അനീമിയയിൽ നയിക്കാം. അപ്പൊ അവിടെ നമുക്ക് ഉണ്ടാവുന്ന ഹീമോഗ്ലോബിന്റെ ലോസ് ആണ്, ഹീമോഗ്ലോബിന്റെ നഷ്ടമാണ്. അതുകൊണ്ടൊരു അനീമിയ ഉണ്ടാവാം. അടുത്തതായിട്ട് ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്ന സ്ഥലം, അതായത് അതിന്റെ ഉൽപാദനത്തിന്റെ പ്രക്രിയയിൽ വരുന്ന ചില മാറ്റങ്ങൾ കാരണം നമുക്ക് ഹീമോഗ്ലോബിന്റെ കുറവ് അനുഭവപ്പെടാം. അപ്പൊ ഹീമോഗ്ലോബിൻ പ്രോപ്പറായിട്ട് ഉണ്ടാവണില്ല, ഉൽപ്പാദിക്കപ്പെടുന്നില്ല. അപ്പം അതിന്റെ എന്തായിരിക്കും കാരണം? ഹീമോഗ്ലോബിൻ ഉണ്ടാക്കാൻ വേണ്ട ഘടകങ്ങളിലെ കുറവ്. അപ്പൊ നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് കുറച്ച് ഘടകങ്ങൾ ഹീമോഗ്ലോബിന്റെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ ഉണ്ടാവാനായിട്ട് അത്യാവശ്യം വേണ്ടതാണ്. അത് നമ്മളറിയാം, ഇരുമ്പ്, അല്ലെ, അയൺ, ഫോളിക് ആസിഡും വൈറ്റമിൻ B12. അപ്പൊ ഭക്ഷണത്തിൽ നിന്ന് ഈ കിട്ടുന്ന മൂലകങ്ങളിൽ എന്തെങ്കിലും വിധത്തിലുള്ള ഒരു കുറവുണ്ടായാൽ പലപ്പോഴും ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്ന പ്രക്രിയയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നമുക്കൊരു അനീമിയ വന്നു ചേരാം. പിന്നെ 3ാമത്തെ തരം അനീമിയ എന്ന് പറയുമ്പോൾ ഹീമോലൈറ്റിക് അനീമിയാണ്. അതായത് ഈ ഹീമോഗ്ലോബിൻ ഉണ്ടായിരിക്കുന്ന കോശങ്ങൾ പ്രായമെത്തുന്നതിന് മുമ്പ് തന്നെ അത് നശിഞ്ഞു പോവുക. ലൈസിസ് മീൻസ് മരിച്ചു പോവുക. അപ്പൊ നശിഞ്ഞു പോവുക. അങ്ങനത്തെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാലും നമുക്ക് അനീമിയയിലേക്ക് നയിക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ ഇവിടെ കൂടുതലും ചർച്ച ചെയ്യാൻ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആവുന്നത് അയൺ ഡെഫിഷ്യൻസി അനീമിയ, അല്ലെങ്കിൽ അയൺ എന്ന മൂലകം, ഇരുമ്പ് എന്ന മൂലകത്തിന്റെ കുറവ് കൊണ്ട് നമ്മൾക്ക് വന്നു ചേരാവുന്ന അനീമിയ ആയിരിക്കും. എന്തെന്ന് വെച്ചാൽ അത് നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമുള്ള കാര്യമാണ്. അപ്പം എന്താണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ? നമ്മൾ ഭക്ഷണത്തിൽ അയൺ എന്ന മൂലകത്തിന്റെ കുറവ് വരാം. ഈ കുറവ് വരാനുള്ള കാരണങ്ങളിൽ ബ്ലഡ് ലോസ് ഒരു മെയിൻ കാരണമാണ്. അങ്ങനെ ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുകയും അത് കാരണം ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ കാണിക്കുകയും ചെയ്യാം.
അപ്പം എങ്ങനെ നമുക്കിത് മീറ്റ് ചെയ്യാം എന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ ഇതിലും ജീവിതശൈലിക്ക് ഒരു വലിയ പങ്കുണ്ട് കേട്ടോ. പണ്ട് കാലങ്ങളിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, അല്ലെങ്കിൽ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ, അടുക്കളയിലെ ഉപകരണങ്ങൾ, അപ്പം എല്ലാ അസുഖങ്ങൾക്കും അടുക്കള ഒരു കാരണമാണ് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. അതൊന്നും ഇന്നത്തെ കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഇരുമ്പിന്റെ പിച്ചാത്തിയില്ല, ഇരുമ്പിന്റെ ചീനച്ചട്ടിയില്ല, കൽച്ചട്ടികൾ ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഗ്രാജുവൽ ആയിട്ട് നമ്മുടെ ഫുഡിൽ അയൺ കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇന്ന് നമുക്ക് അതൊന്നും അവിടെ നിന്ന് കിട്ടുന്നില്ല. അതേസമയം നമുക്കറിയാം, നമുക്ക് ഏവർക്കും അറിയാം, അയൺ കുറയുന്നുണ്ട്, അയൺ ഫോർട്ടിഫൈ ചെയ്യണം. അതുകൊണ്ട് അയൺ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള കുറേ ഫുഡുകൾ നമ്മൾ കഴിക്കുന്നുണ്ട്. അല്ലെ, കിട്ടുന്ന എല്ലാ ഫുഡിന്റെയും നമ്മൾ ലേബിൾ എടുത്ത് നോക്കിയാൽ അതിന് ഫോർട്ടിഫൈഡ് വിത്ത് അയൺ ആൻഡ് കാൽഷ്യം എന്നൊക്കെ എഴുതിയിരിക്കുന്ന കാണാം. അതുണ്ട്. അയൺ ഗുളികകൾ കഴിക്കുന്നുണ്ട്, അയൺ സിറപ്പുകൾ കഴിക്കുന്നുണ്ട്. എന്നിട്ടും ഇന്ന് അനീമിയയുടെ തോത് നമ്മുടെ കൂട്ടത്തിൽ കൂടുതലായിട്ട് കാണുന്നതിന്റെ മെയിൻ കാരണം നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളോ പിച്ചാത്തികളോ അല്ലെങ്കിൽ നമ്മളുടെ ഭക്ഷണത്തിൽ നമ്മൾ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളിൽ വന്ന മാറ്റങ്ങളാണ്. അതുപോലെ തന്നെ പണ്ട് നമ്മളുടെ വീടുകളിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ പറമ്പിലെ ചീര അല്ലെങ്കിൽ ഇലകൾ ഒരു ഭക്ഷ്യവസ്തുവായിട്ട് ഉപയോഗിക്കപ്പെടാറുണ്ടായിരുന്നു. ഇന്നത് ഒരു ഫാഷൻ സേക്കിന് ആരെങ്കിലും ഒക്കെ ചെയ്യുന്നു എന്നല്ലാതെ ഒരു റെഗുലർ ബേസിസിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ഇലക്കറികളൊന്നും ഉപയോഗിക്കാറില്ല. ഇനി ഉപയോഗിക്കുന്നുണ്ടെന്നിരിക്കട്ടെ, അത് എക്സോട്ടിക് ആയിട്ടുള്ള ഇലകൾ, അല്ലെ, പേര് കേൾക്കാത്ത കുറെ ഇലകളുണ്ട്. അവയെല്ലാം മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും അതെല്ലാം മേടിച്ച് വലിയ വലിയ മോളുകളിൽ നിന്ന് മേടിച്ച് നമ്മൾ ഉപയോഗിക്കുന്നതെന്നല്ലാതെ നമ്മുടെ ചുറ്റുവട്ടം കാണുന്ന ചെറുചീരകളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പൊ അത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് മാറിയതോടെയാണ് ഈ പറയുന്ന വിധത്തിൽ അനീമിയ നമ്മളെ ബാധിക്കാൻ തുടങ്ങിയത്. അപ്പം എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചാൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ അയണിന്റെ അളവ് കൂട്ടാൻ പറ്റുമെന്ന് നോക്കാം. അപ്പൊ അയണിന്റെ അളവ് നമുക്കറിയാം, അയൺ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത് മാംസാഹാരത്തിൽ നിന്നാണ്. മാംസാഹാരം റെഗുലറായിട്ട് ഇപ്പൊ നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്നതല്ല, എന്നാലും റെഗുലറായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് അയൺ നന്നായി കിട്ടും. പിന്നെ പച്ചക്കറികളിൽ നിന്ന് കിട്ടുന്ന അയൺ എന്ന് പറയുമ്പോൾ കൂടുതലും ഇലക്കറികളിൽ നിന്നാണ് കിട്ടുന്നത്. ഈ ഇലക്കറികളിലെ അയൺ നമ്മളുടെ ശരീരം ആഗിരണം ചെയ്യണമെങ്കിൽ അതിന്റെ കൂടെ ചെല്ലുന്ന കുറച്ച് ഏജൻസും കൂടെ വേണം. അതിനാണ് നമുക്കൊരു സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയാം. ഡെക്സ് ഓറഞ്ച് നിങ്ങൾ എല്ലാവരും കേട്ട് കാണും അല്ലെ, ഒരു അയൺ സപ്ലിമെന്റ് ചെയ്യുന്ന ഒരു മരുന്നാണ്. അതിൽ ആ ഓറഞ്ച് എന്നുള്ളൊരു വാക്ക് ശ്രദ്ധിച്ചോ. അയൺ അബ്സോർബ് ചെയ്യണമെങ്കിൽ നമുക്ക് സിട്രസ് ആയിട്ടുള്ള എന്തെങ്കിലും, എസ്കോർബിക് ആസിഡ്, അതായത് വൈറ്റമിൻ സി ചേർന്ന ഏതെങ്കിലും ഒരു സാധനം കൂടെ ഉണ്ടെങ്കിൽ അയൺ കുറച്ചുകൂടെ എളുപ്പത്തിൽ ആഗിരണം ചെയ്യപ്പെടും. അതുകൊണ്ടാണ് നമ്മുടെ ചില കറികൾ, ചില ഇലക്കറികളിൽ നമ്മൾ ശ്രദ്ധിച്ചു കാണും, ഒന്നെങ്കിൽ പുളിവെള്ളം അല്ലെങ്കിൽ തക്കാളി അല്ലെങ്കിൽ നാരങ്ങ നീര് ഒഴിക്കൽ പണ്ട് പതിവായിരുന്നു. എന്തുകൊണ്ട് ഒഴിച്ചിരുന്നു എന്ന് നമുക്കും ചിലപ്പോൾ അറിയില്ല, പക്ഷെ ആ ഒരു പതിവ് ഉണ്ടായിരുന്നു. അതിന് കാരണം സിട്രിക് ആസിഡ് ചെന്ന് കഴിഞ്ഞാൽ ഇലക്കറികളിൽ നിന്നുള്ള അയൺ നമ്മുടെ ശരീരത്തിന് കുറച്ചുകൂടെ കൂടുതലായിട്ട് ആഗിരണം ചെയ്യാൻ പറ്റും. പിന്നെ പണ്ട് ഇലക്കറികൾ വെച്ചിരുന്ന ചട്ടികൾ, ഇപ്പം കഴിഞ്ഞിടക്കൊക്കെ ഇങ്ങനെ ഒരു ക്ലെയിം വന്നിരുന്നു, ചില ഇലക്കറികൾ ചട്ടിയിൽ വെച്ച് ഒരു മാസം ഇത്ര ദിവസം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിലെ ഹീമോഗ്ലോബിന്റെ ലെവൽസ് നമുക്ക് ഗണ്യമായിട്ട് അല്ലെങ്കിൽ ഇത്ര പോയിന്റ്സ് കൂട്ടാൻ പറ്റുമെന്ന്. അപ്പൊ ആ വിധത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും നമ്മളുടെ ബോഡിയിലെ അയണിന്റെ അളവ് കൂട്ടാൻ പറ്റും. പിന്നെ ധാരാളം പഴവർഗ്ഗങ്ങള്, തൊലി കളയാതെ ഉപയോഗിക്കുന്ന ധാന്യങ്ങൾ, അതായത് തവിട് കളയാതെ ഉപയോഗിക്കുന്ന ധാന്യങ്ങളെല്ലാം നമുക്ക് അയൺ റിച്ച് ആണ്. അതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ കൃത്യമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ നിന്ന് ഒരു പരിധി വരെ രക്ഷപ്പെടാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ അയൺ ഡെഫിഷ്യൻസി അനീമിയയെ കുറിച്ച് അത്യാവശ്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി അനീമിയ വരാനുള്ള വേറെ ചില കാരണങ്ങളുണ്ട്. ലൈക്ക് നമ്മൾ അയണൊക്കെ കഴിക്കുന്നുണ്ട്. അയൺ ഡെഫിഷ്യൻസി വരാതിരിക്കാനായിട്ട് നമ്മൾ അയൺ ഗുളികകളോ അയൺ അടങ്ങിയ ഭക്ഷണം എല്ലാം കഴിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ശരീരത്തിന് ഈ അയൺ എടുക്കാൻ പറ്റുന്നില്ല. അതിന് ചില കാരണങ്ങളുണ്ട്. അപ്പം നമ്മളുടെ ആമാശയത്തിൽ ഉണ്ടാവുന്ന പലതരം പുണ്ണുകൾ, അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് അൾസേഴ്സ്, പിന്നെ ചില രോഗങ്ങളുണ്ട്, ഇൻഫ്ലമേറ്ററി ഡിസീസസ്, ഗ്യാസ്ട്രിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ് എന്ന് പറഞ്ഞ ചില രോഗങ്ങളുണ്ട്. ആ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും പല ഭക്ഷണങ്ങളും നമ്മുടെ ശരീരത്തിന് ആഗിരണം ചെയ്യാൻ പറ്റാണ്ട് വരും. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ അയൺ കൊടുത്തു കഴിഞ്ഞാൽ പോലും പലപ്പോഴും ഈ നമ്മൾ വിചാരിക്കുന്ന വിധത്തിൽ അനീമിയ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ നോക്കുമ്പോൾ വീണ്ടും രക്തം ടെസ്റ്റ് ചെയ്തിട്ടാണല്ലോ നമ്മൾ അനീമിയ ഉണ്ടോ ഇല്ലയോ, ഹീമോഗ്ലോബിന്റെ അളവ് നോക്കിയിട്ടാണ് നമ്മൾ അനീമിയ ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പം നമ്മൾ നോക്കുമ്പോൾ അയൺ അത്യാവശ്യത്തിലും കൊടുത്തിട്ട് പോലും നമ്മുടെ ശരീരത്തിന് ഇത് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് ചില ഇൻഫ്ലമേറ്ററി ഡിസീസ്, സീലിയാക് ഡിസീസസ് എന്ന് പറയും. നമ്മുടെ വൻകുടലിലോ ചെറുകുടലിലോ ഉള്ള അതിൻ്റെ ആവരണത്തിൽ വരുന്ന, അബ്സോർപ്ഷനിൽ വരുന്ന, അതായത് കഴിച്ച ഭക്ഷണം അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റാതെ വരുന്ന ചില അസുഖങ്ങൾ വന്നു ചേരാം. ചിലപ്പോൾ ക്യാൻസർ പോലത്തെ, ചില കാർസിനോമാസ്, ക്യാൻസർ പോലത്തെ അവസ്ഥകൾ വന്നു ചേരാം. പിന്നെ ഇത് കൂടാതെ വേംസ്,
വിരകൾ. അപ്പോൾ ഒരിടക്ക് നമ്മുടെ കുട്ടികളിൽ, ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികളിൽ അനീമിയയുടെ ഏറ്റവും വലിയ കാരണമായി കണ്ടെത്തിയിരുന്നത് വേംസിന്റെ പ്രസൻസ് ആണ്, ഈ വിരകളുടെ പ്രസൻസ് ആണ്. അപ്പം അതുകൊണ്ട് പക്ഷെ ഇന്നത്തെ കാലത്ത് വിരകളുടെ പ്രസൻസ് തീരെ കുറവാണെങ്കിൽ നമ്മൾ റെഗുലർ ആയിട്ട് ഒരു ഡീവാമിംഗ് പ്രൊസീജിയർ ഒക്കെ നടത്തുന്നുണ്ട്. ഈ വിരകൾ വരാതിരിക്കാനുള്ള മരുന്നുകൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൊണ്ട് അത് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ചില അവസ്ഥകളിൽ, ചില സ്ഥലങ്ങളിൽ നമുക്ക് അതൊരു കാരണമായിട്ട് കാണപ്പെടാറുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ടാണെങ്കിലും നമ്മൾ അയൺ അബ്സോർപ്ഷൻ ബാധിക്കപ്പെട്ടിട്ട് തന്മൂലം നമുക്ക് അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവ് വരാം. അപ്പൊ അവിടെ നമ്മൾ ചികിത്സ കൊടുക്കേണ്ടത് ഈ അണ്ടർലൈങ് കോസസിനാണ്. എന്ത് കാരണമാണോ നമുക്ക് ഈ അയൺ അബ്സോർബ് ചെയ്യാൻ പറ്റാത്തത്, ആ കാരണത്തെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത്. ഇപ്പം നമ്മൾ ഡെഫിഷ്യൻസി അനീമിയാസ് പറഞ്ഞതിൽ ഒരെണ്ണം ഓൾറെഡി പറഞ്ഞു. ഇനി 2 ഉള്ളത് B12 ഡെഫിഷ്യൻസിയും ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസിയും. ഈ വൈറ്റമിൻ B12 മൂലകത്വം കൊണ്ടുണ്ടാവുന്ന ഒരു അനീമിയ വന്നു ചേരുമ്പോൾ നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ അതൊരിക്കലും ചികിത്സിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിനൊരു പേരുണ്ടായിരുന്നു, പെർണീഷ്യസ് അനീമിയ. അതായത് ചികിത്സയ്ക്ക് വിധേയമാകാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു അനീമിയ ആയിരുന്നു അത്. അപ്പൊ അങ്ങനെ ഒരു അനീമിയ ഇപ്പൊ പക്ഷെ B12 നമ്മൾ സപ്ലിമെന്റ് ചെയ്ത് അത് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതിന് കാരണം ഒരു ജനിതക ഘടകമാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ ചില ഘടകങ്ങൾക്ക് മാത്രമേ ഈ B12 വൈറ്റമിന് നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ നമ്മുടെ ഈ റെഡ് ബ്ലഡ് സെൽസിൽ ഹീമോഗ്ലോബിൻ ഉണ്ടായി, റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ അരുണ രക്താണുക്കൾ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും ഇവ പക്വമാവണമല്ലോ. ഇതുണ്ടായി, അത് കഴിഞ്ഞ് ഇത് മെച്ചോർ ആവണം. അപ്പൊ ഈ മെച്ചോറിറ്റിയെ ബാധിക്കുന്ന ഒരു ഘടകമാണ് B12. അപ്പൊ B12 ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ സംഭവം എന്ന് വെച്ചാൽ ബ്ലഡ് സെൽസ് എല്ലാം ഉണ്ടാവും, പക്ഷെ ഇതിന് മെച്ചോറിറ്റി എത്തില്ല, അത് പൂർണ്ണ വളർച്ചയിലെത്തില്ല. വളർച്ചയിലെത്താത്തത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് നശിച്ചു പോവുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് വരുന്ന ഒരു അനീമിയാണ് പെർണീഷ്യസ് അനീമിയ എന്ന് പറയപ്പെടുന്നത്. അതിന് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കേസ് എടുത്തിട്ട് അത് ചികിത്സിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഫോളിക് ആസിഡിന്റെ കുറവ് കൊണ്ടുണ്ടാവുന്നത്. ഫോളിക് ആസിഡ് അതിന്റെ പേര് പറയുന്നത് പോലെ, ഫോളിയം എന്ന് വെച്ചാൽ ലീവ്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയണിന്റെ കൂടെ കിട്ടുന്ന, ഇലകളിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻ ആണ് ഫോളിക് ആസിഡ്. അപ്പൊ ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. പിന്നെ B12 ഡെഫിഷ്യൻസി വരുമ്പോൾ B12 നമുക്ക് ഒരേ ഒരു വൈറ്റമിൻ, നമ്മൾ സാധാരണ കുട്ടികളോടൊക്കെ പറയാറുണ്ട് വൈറ്റമിൻസ് ഒക്കെ നന്നായി കഴിക്കണം, എല്ലാ വൈറ്റമിൻസും കിട്ടണമെങ്കിൽ നല്ലപോലെ പച്ചക്കറിയും പഴങ്ങളും കഴിക്കണം എന്ന്. അപ്പം മിക്ക വൈറ്റമിൻസും പച്ചക്കറികളിലും പഴങ്ങളിലും അടങ്ങിയിരിക്കുകയാണെങ്കിൽ വൈറ്റമിൻ B12 പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഒരു നോൺ വെജ് ബേസ്ഡ് വൈറ്റമിൻ ആണ്. അത് കൂടുതലും നമുക്ക് കിട്ടുന്നത് മാംസാഹാരത്തിൽ നിന്നും മാംസങ്ങളിൽ നിന്നുമൊക്കെയാണ് നമുക്ക് കൂടുതലും വൈറ്റമിൻ B12 കിട്ടുന്നത്. അപ്പൊ ആ തരത്തിലുള്ള ആഹാരം നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് B12 ഡെഫിഷ്യൻസി ഹാൻഡിൽ ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷെ പെർണീഷ്യസ് അനീമിയ ഉള്ള ഒരു സ്റ്റേറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അത് സപ്ലിമെന്റ് ചെയ്യുകയും, അതായത് വലിയ ഡോസസിൽ സപ്ലിമെന്റ് ചെയ്യുകയും പിന്നെ അതിന്റെ കാരണത്തെ ചികിത്സിച്ച് മാറ്റുകയും ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മൾ കഴിക്കണം എന്ന് പറയുമ്പോൾ പല ഭക്ഷണങ്ങളും പലരും കഴിക്കാറുണ്ട്. പലരും പറയാറുണ്ട് ഞാൻ പാല് കുടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചായ കുടിക്കുന്നുണ്ട്, എന്നിട്ട് നമുക്ക് എന്തുകൊണ്ട് ഈ ഡെഫിഷ്യൻസീസ് ഒക്കെ വരുന്നു. അപ്പോൾ ചില ചീലേറ്റിംഗ് ഏജൻസ് എന്ന് പറയും. ചില ഭക്ഷണത്തിന്റെ കൂടെ ചിലത് കൂടിക്കഴിഞ്ഞാൽ അതിലെ നന്മകളെ നമ്മുടെ ശരീരത്തിന് എടുക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ അയണിന്റെ അബ്സോർപ്ഷനെ ബാധിക്കുന്ന സാധനങ്ങളാണ് ടീ, കോഫി, ഇതൊക്കെ. കാൽഷ്യത്തിന്റെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ അയൺ നമ്മുടെ ബോഡി എടുത്തുനിന്നിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സിട്രസ് ഫ്രൂട്ട്സ്, ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു, അയൺ നമുക്ക് അബ്സോർബ് ചെയ്യണമെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് സിട്രസ് ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ സിട്രസ് ഫ്രൂട്ട്സിന്റെ പ്രസൻസിൽ അയൺ കുറച്ചുകൂടെ നന്നായിട്ട് അബ്സോർബ്. അപ്പോൾ ഈ ചീലേറ്റിംഗ് ഏജൻസ് മാറ്റി നിർത്തി കഴിഞ്ഞാലേ നമുക്ക് അയൺ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി പ്ലസ് B12 ഡെഫിഷ്യൻസി അനീമിയാസിനെയൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റും.